ഈ വർഷത്തിന്റെ തുടക്കത്തിൽ, അതായത് ജനുവരി മാസത്തിൽ, രാജ്യത്തെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ ഒരു സർവേ നടത്തിയിരുന്നു. മൂഡ് ഓഫ് ദ നേഷൻ, അതായത് രാജ്യത്തിന്റെ മനസ്സ് എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ആ സർവേയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇടവേളകളനുസരിച്ച് ഇന്ത്യ ടുഡേ ഇത്തരത്തിലുള്ള സർവേകൾ നടത്താറുണ്ട്. കൃത്യമായ ഫലങ്ങളും പ്രസിദ്ധീകരിക്കാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നടത്തുന്ന എക്സിറ്റ് പോളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇന്ത്യ ടുഡേ നടത്തുന്ന എക്സിറ്റ് പോളുകൾ യാഥാർത്ഥ്യത്തോട് കൂടുതൽ അടുത്തു നിൽക്കുന്നവയായിരിക്കും. ഒരർത്ഥത്തിൽ ഇന്ത്യ ടുഡേ നടത്തുന്ന എക്സിറ്റ് പോൾ സർവേ ആയാലും, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ മൂഡ് ഓഫ് ദ നാഷൻ സർവേ ആയാലും, അവയ്ക്കെല്ലാം ഒരു വിശ്വാസ്യതയുണ്ട്. ജനുവരിയിൽ ഇന്ത്യ ടുഡേ നടത്തിയ മൂഡ് ഓഫ് ദ നാഷൻ സർവേയിൽ പ്രതിപാദിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചായിരുന്നു. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏകദേശം 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ മൂഡ് ഓഫ് ദ നാഷൻ സർവേ നടന്നത്. ഇന്ത്യ ടുഡേ സർവേ ടീം ആ സർവേയിൽ പങ്കെടുത്ത ജനങ്ങളോട് ചോദിച്ച ചോദ്യം, ഇപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്തായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം എന്നുള്ളതായിരുന്നു. ഇന്ത്യ ടുഡേ ആ സർവേ ഫലം പുറത്തുവിട്ടപ്പോൾ 6 മാസങ്ങൾക്ക് മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണോ സംഭവിച്ചത്, ഏകദേശം അതുപോലെയൊക്കെ തന്നെയായിരുന്നു ജനങ്ങൾ പറഞ്ഞ കാര്യങ്ങളും. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ BJP തന്നെ വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്നും കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ കുറച്ച് കൂടുതൽ സീറ്റുകൾ BJP നേടുമെന്നും ഇന്ത്യ ടുഡേ നടത്തിയ മൂഡ് ഓഫ് ദ നാഷൻ സർവേ ഫലത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഓരോ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും പ്രത്യേകമാണ് സർവേ നടത്തിയത്. അതിൽ നമ്മുടെ കേരളവും ഉണ്ടായിരുന്നു. കേരളത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കും എന്ന പരിശോധനയിൽ 2024 വലിയ മാറ്റങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല. എന്നാൽ അതേസമയം BJPക്ക് കുറച്ച് വോട്ടുകൾ വർദ്ധിക്കുമെന്ന് സർവേ ഫലത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കേരളത്തെപ്പറ്റിയുള്ള ഈ സർവേ ഫലം ഇന്ത്യ ടുഡേ TV ചർച്ചയ്ക്ക് വന്നപ്പോഴാണ് ചർച്ചയിൽ പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് വിദഗ്ധ മനീഷ പ്രിയൻ ഒരു കാര്യം വ്യക്തമാക്കിയത്. അതായത് കേരളത്തിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് വലിയ തോൽവിയാണ് കഴിഞ്ഞ 2 തവണയായി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇടതുപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നില്ല എന്നുള്ളത് സംബന്ധിച്ചാണ് മനീഷ പ്രിയം വിലയിരുത്തൽ നടത്തിയത്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെയോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പോലെയോ അല്ല കേരളത്തിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ദേശീയ തലത്തിൽ കോൺഗ്രസും CPM-ഉം ഒരേ മുന്നണിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിൽ അത് പ്രതിഫലിക്കുന്നു. അതായത് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ പ്രധാന രാഷ്ട്രീയ ശത്രുക്കൾ കോൺഗ്രസും BJP-യുമായി മാറും. ഇടതുപക്ഷത്തിന് ദേശീയ തലത്തിൽ കോൺഗ്രസിനോളം ശക്തിയില്ലാത്തതും മാത്രമല്ല, ഇടതുപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം ചേർന്ന് ഒരേ മുന്നണിയായി മത്സരിക്കുന്നതും ജനങ്ങൾ കണക്കിലെടുക്കും. ഇടതുപക്ഷമോ കോൺഗ്രസോ ആരെങ്കിലും ഒരാൾ ജയിച്ചാൽ പോരെ എന്നവർ ചിന്തിക്കും. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരം കോൺഗ്രസും BJP-യും തമ്മിലായി മാറും. കാലങ്ങളായി അതുതന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ മനീഷ പ്രിയം പറഞ്ഞ മറ്റൊരു കാര്യം, നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് വ്യക്തമായ മുൻതൂക്കം ഉണ്ടെന്നുള്ളതാണ്. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി അവർ ആ ചർച്ചയ്ക്കിടെ സൂചിപ്പിച്ചു. കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ വളരെ ആക്റ്റീവാണ് ഇടതുപക്ഷ കേഡർമാരെന്നും തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരെക്കാൾ കൂടുതൽ സ്വാധീനശക്തി ഈ പറയുന്ന ഇടതുപക്ഷ കേഡർമാർക്ക് ആണെന്നും അവർ ചർച്ചയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് പുറത്തു വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ പോകരുത് എന്നുള്ളതാണ്. അത്തരത്തിൽ കോൺഗ്രസ് വിലയിരുത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2021 കേരളത്തിൽ നടന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഒഴിച്ചു ബാക്കി എല്ലാം തൂത്തുവാരിയപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മൂക്കും കുത്തി താഴെ വീഴുകയായിരുന്നു കോൺഗ്രസ് നയിക്കുന്ന UDF മുന്നണി. ഇത്തവണയും തെരഞ്ഞെടുപ്പിങ്ങടുത്തു. എന്താകും കാര്യങ്ങൾ എന്നുള്ളത് കണ്ടറിയാനുള്ള സമയമായി. 10 വർഷത്തോളമായി തുടർച്ചയായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് സാധ്യതയുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പൊതുവിൽ ഉയരുന്നത്. തുടർഭരണം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെയും മടിയന്മാരാക്കുമെന്നൊരു സംസാരം രാഷ്ട്രീയ രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ഇടതുപക്ഷം ഇപ്പോൾ മടിയന്മാരായി മാറിക്കഴിഞ്ഞു എന്നാണ് കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്നാൽ അങ്ങനെയാണോ കാര്യങ്ങൾ? ഉറപ്പിച്ചു പറയാൻ കഴിയും, അങ്ങനെയല്ല കാര്യങ്ങൾ. ഈ അടുത്ത കാലത്തായി ഇടതുപക്ഷ പ്രവർത്തകരിൽ വല്ലാത്തൊരു ഉണർവ് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. അത് വ്യക്തമാക്കി തന്നത് മറ്റാരുമല്ല, മലയാളത്തിൽ നിലവിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന വാർത്താ മാധ്യമമായ റിപ്പോർട്ടർ TV-യാണ്. CPM സ്ഥാപക നേതാക്കളിൽ ഒരാളും കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയുമായ സഖാവ് VS അച്യുതാനന്ദൻ നമ്മെ വിട്ട് പിരിഞ്ഞിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഒരു വ്യക്തിക്ക് കേരളം നൽകുന്ന ഏറ്റവും മികച്ച യാത്രയയപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചത്.
ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രാജ്യം കണ്ട ഏറ്റവും ശ്രദ്ധേയമായ യാത്രാ അയപ്പുകളിൽ ഒന്നുകൂടിയായിരുന്നു അത്. ജനലക്ഷങ്ങൾ വഴിയരികിൽ കാത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര നേരിട്ടു കണ്ടെങ്കിലും അതിലും എത്രയോ ഇരട്ടി ജനങ്ങളായിരുന്നു ടെലിവിഷനിലൂടെ അത് കണ്ടത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് റിപ്പോർട്ടർ ടി വിയുടെ ഇടപെടലാണ്. സഖാവ് വി.എസ്. അച്യുതാനന്ദൻ്റെ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ആദ്യാവസാനം തത്സമയ സംപ്രേഷണവുമായി റിപ്പോർട്ടർ ടി വി രംഗത്തുണ്ടായിരുന്നു. തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ ആ വിലാപയാത്ര സഞ്ചരിച്ചപ്പോൾ അതിനൊപ്പം റിപ്പോർട്ടർ ടി വി സംഘമുണ്ടായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് കേരളം കണ്ട ഏറ്റവും മികച്ച യാത്രയയപ്പ് നടന്നപ്പോൾ അതിൻ്റെ ആദ്യാവസാനം റിപ്പോർട്ടർ ടി വി ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞു. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രതിഫലനവും എത്തി. മാധ്യമങ്ങളുടെ ജനപ്രീതി കണക്കാക്കുന്ന ബാർക്ക് റേറ്റിംഗിൽ റിപ്പോർട്ടർ ടി വി 1-ാം സ്ഥാനത്തെത്തിക്കഴിഞ്ഞു. ഈ 1-ാം സ്ഥാനത്തിനൊരു പ്രത്യേകതയുണ്ട്. 2-ാം സ്ഥാനത്തുള്ള കേരളത്തിലെ മാധ്യമരംഗത്തെ തലതൊട്ടപ്പനായി കരുതപ്പെടുന്ന ഏഷ്യാനെറ്റ് ന്യൂസിനെ വ്യക്തമായി പിന്തള്ളിക്കൊണ്ടാണ് റിപ്പോർട്ടർ ടി വി തങ്ങളുടെ കുതിച്ചുകയറ്റം നടത്തിയിരിക്കുന്നത്. ഏകദേശം 38 പോയിന്റുകളുടെ വ്യത്യാസമാണ് റിപ്പോർട്ടർ ടി വിയും ഏഷ്യാനെറ്റ് ന്യൂസും തമ്മിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ വലിയ മുന്നേറ്റം റിപ്പോർട്ടർ ടി വി നടത്തുമ്പോൾ അതിന് പിന്നിലെ ഒരു ഘടകം വി.എസിന് വേണ്ടി റിപ്പോർട്ടർ ടി വി എടുത്ത ആ 55 മണിക്കൂറുകളാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട മറ്റു മാധ്യമങ്ങളെ പിന്തള്ളി റിപ്പോർട്ടർ ടി വി ദൃശ്യമാധ്യമ രംഗത്തും അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമ രംഗത്തും 1-ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു എങ്കിൽ അത്രത്തോളം ജനങ്ങൾ ആ ചാനൽ കണ്ടു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. വി.എസ്. മരണപ്പെട്ടതിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെ നടന്ന സൈബർ ആക്രമണങ്ങളും അപവാദ പ്രചരണങ്ങളും എല്ലാം നമുക്കറിയാം. കോൺഗ്രസും ബി.ജെ.പിയും ഉൾപ്പെടെയുള്ള ചില സമൂഹ മാധ്യമ ജീവികൾ പല രീതിയിൽ പല കഥകൾ പുറത്തിറക്കിയിട്ടും അതിനെയെല്ലാം തള്ളിക്കളഞ്ഞ് ജനങ്ങൾ വി.എസിൻ്റെ അവസാന യാത്ര കാണാൻ വഴിയരികിലും ടെലിവിഷന് മുന്നിലും തടിച്ചുകൂടി എന്ന് പറയുമ്പോൾ അത് ഇടതുപക്ഷ ബോധമല്ലാതെ മറ്റെന്താണ്? ഇക്കാര്യത്തിലും ചില മറുവാദങ്ങളുമായി ഈ പറയുന്ന ചില കോൺഗ്രസ്സുകാരും ബി.ജെ.പിക്കാരുമൊക്കെ രംഗത്തെത്തും. വി.എസ്. ജനകീയനായ ഒരു നേതാവായിരുന്നു എന്നും കോൺഗ്രസ്സുകാർക്കും ബി.ജെ.പിക്കാർക്കുമൊക്കെ അദ്ദേഹം പ്രിയങ്കരനായിരുന്നു എന്നുമാണ് പലരും പല രീതിയിൽ പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ വി.എസ്. അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ജീവിച്ചിരുന്നപ്പോൾ ഈ പറഞ്ഞവരൊന്നും അദ്ദേഹത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഒരു നല്ല വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇടതുപക്ഷ പ്രവർത്തകർ ഇപ്പോൾ റിപ്പോർട്ടർ ടി വിയിൽ വരുന്ന ചർച്ചകൾ ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് എന്തുകൊണ്ടാണെന്ന് ഉള്ളതും നമുക്കറിയാം. സാധാരണ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന ചർച്ചകൾ ഇടതുപക്ഷത്തെ ഒരു സൈഡിലും മറ്റു രാഷ്ട്രീയ പാർട്ടികളെ മറു സൈഡിലും നിർത്തിക്കൊണ്ടുള്ള ചർച്ചകളാണ് കാണാൻ സാധിക്കുന്നത്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ഈ ചർച്ച നയിക്കുന്ന അവതാരകരും ഇടതുപക്ഷത്തിനെതിരെ മറുവിഭാഗത്തിനൊപ്പം ചേരുന്നു എന്നുള്ളതാണ്. എന്നാൽ റിപ്പോർട്ടർ ടി വിയിൽ അത്തരമൊരു കാഴ്ചയല്ല പൊതുവെ ഉണ്ടാകുന്നത്. മാധ്യമപ്രവർത്തകനായ ഡോക്ടർ അരുൺകുമാർ ഉൾപ്പെടെയുള്ളവർ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ചും CPM-ന് കൃത്യമായ സ്ഥാനം നൽകിക്കൊണ്ടുള്ള ചർച്ചകളാണ് റിപ്പോർട്ടർ ടി വിയിൽ സംഘടിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള ചർച്ചകളുടെ ഫലങ്ങൾ മാസങ്ങൾക്ക് മുൻപേ തന്നെ ഇവിടെ കണ്ടു തുടങ്ങിയിരുന്നു. പുതിയ മാനേജ്മെൻറ്റിന് കീഴിൽ ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന റിപ്പോർട്ടർ ടി വി കേരളത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ മറ്റു മാധ്യമങ്ങളെ പിന്നിലാക്കി പലതവണ 1-ാം സ്ഥാനത്തേക്ക് എത്തിയത് ആ ചർച്ചകളുടെ ഗുണം കൊണ്ട് തന്നെയാണ്. എന്നുവെച്ചാൽ ഇടതുപക്ഷ പ്രവർത്തകരുടെ പിന്തുണ കൊണ്ട് തന്നെയാണ്. അങ്ങനെയല്ല, ഞങ്ങളും റിപ്പോർട്ടർ ടി വിയിലെ ചർച്ചകൾ കാണാറുണ്ട്, ഇടതുപക്ഷ പ്രവർത്തകരുടെ മാത്രം പിന്തുണയിൽ റിപ്പോർട്ടർ ടി വി 1-ാം സ്ഥാനത്ത് എത്താൻ കഴിയില്ല എന്നൊക്കെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെ ആൾക്കാർ ചിലപ്പോൾ വാദിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എങ്ങനെയാണ് കഴിഞ്ഞ മാസങ്ങളിൽ റിപ്പോർട്ടർ ടി വി ബാർക്ക് റേറ്റിംഗിൽ 1-ാം സ്ഥാനത്തെത്തിയത്? ആ സമയത്ത് സഖാവ് വി.എസ്. അച്യുതാനന്ദൻ ഒരു ഫാക്ടർ അല്ലായിരുന്നല്ലോ. ശരി, അത് വിടൂ. തുടർച്ചയായി 2 ആഴ്ച 1-ാം സ്ഥാനത്ത് നിന്ന റിപ്പോർട്ടർ ടി വി എങ്ങനെയാണ് പിന്നെ 3-ാം സ്ഥാനത്തേക്ക് പതിച്ചത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് കേരളത്തിൽ ഇടതുപക്ഷം ഇപ്പോഴും ശക്തം തന്നെ എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ. വർഷങ്ങളായി എതിരാളികളില്ലാതെ 1-ാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസിന് വെല്ലുവിളി സൃഷ്ടിക്കാൻ ഈ അടുത്ത കാലത്തായി റിപ്പോർട്ടർ ടി വിക്ക് കഴിയുന്നതിൻ്റെ കാരണം എന്താണ്? ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻപത്തെ ആഴ്ചകളിൽ റിപ്പോർട്ടർ ടി വി 1-ാം സ്ഥാനം നേടിയപ്പോഴൊക്കെ ഇത്ര വലിയ ഒരു പോയിന്റ് വ്യത്യാസം വന്നിട്ടില്ല. എന്നാൽ വി.എസ്. അന്തരിച്ച കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ടർ ടി വിയും 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസും തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം 38ആണ്. അതായത് വലിയൊരു വ്യത്യാസം സ്വാഭാവികമായും വി.എസിൻ്റെ വിലാപയാത്ര ജനങ്ങൾ റിപ്പോർട്ടർ ടി വിക്ക് മുന്നിലിരുന്ന് കണ്ടതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വ്യത്യാസം ഉണ്ടായതെന്ന് നമുക്ക് ഊഹിക്കാം. എങ്കിൽ കൂടി റിപ്പോർട്ടർ ടി വി ഈ ആഴ്ച 1-ാം സ്ഥാനത്ത് എത്തുമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം റിപ്പോർട്ടർ ടി വി എപ്പോഴും ബാർക്ക് റേറ്റിംഗിൽ കൈപ്പിടിച്ചുയർത്തിയിട്ടുള്ളത് ചർച്ചകളാണ്. ഡോക്ടർ അരുൺകുമാറും അടുത്ത കാലത്ത് റിപ്പോർട്ടർ ടി വി വിട്ട നികേഷ് കുമാറും ഉണ്ണി ബാലകൃഷ്ണനും ഒക്കെ നയിച്ച ചർച്ചകളിലൂടെ, ഇടതുപക്ഷ പ്രതിനിധിയെ സംസാരിക്കാൻ അനുവദിക്കപ്പെടുന്ന ചർച്ചകളിലൂടെ
വസ്തുതകൾ കൃത്യമായി അവതരിപ്പിച്ചപ്പോൾ മുൻപിലത്തെ ആഴ്ചകളിൽ റിപ്പോർട്ടർ ടി വി മുന്നിലേക്ക് വന്നു. എന്നാൽ അതിനിടയിൽ റിപ്പോർട്ടർ ടി വിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായ സ്മൃതി പരുത്തിക്കാട് നയിച്ച ചർച്ചകളിൽ നിരന്തരം ഇടതുപക്ഷ വിരുദ്ധത ഉയർന്നു വന്നിരുന്നു. സ്മൃതി പരുത്തിക്കാടിൻ്റെ ചർച്ചകൾ ഇടതുപക്ഷം ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം വരെ സമൂഹ മാധ്യമങ്ങളിലുണ്ടായി. അത്തരത്തിലുള്ള ആഹ്വാനത്തിൻ്റെ ഫലം കൂടിയാണ് ഇതിനു മുൻപ് റിപ്പോർട്ടർ ടി വി 24 ന്യൂസിന് പിറകിൽ 3ാം സ്ഥാനത്തേക്ക് പോയത് എന്ന കാര്യം ഉറപ്പാണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു നിലപാട് ചർച്ചകളിൽ കൈക്കൊള്ളണമെന്നല്ല. ഇടതുപക്ഷ പ്രതിനിധികളെ കൂടി കേൾക്കാനുള്ള മനസ്സ് ചർച്ച നടത്തുന്നവർ കാണിക്കണമെന്നാണ്. എന്നാൽ കേരളത്തിലെ പല മാധ്യമങ്ങളും അത്തരത്തിലുള്ള ഒരു നിലപാട് കൈക്കൊള്ളാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ റിപ്പോർട്ടർ ടി വി ഇപ്പോൾ അത് കൃത്യമായി പാലിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സാധാരണ മറ്റു ചാനലുകളിൽ കണ്ടുവരുന്നത്. എന്നാൽ റിപ്പോർട്ടർ ടി വി അവർക്ക് പറയാനുള്ളത് കൂടി, അതായത് കേരളം ഭരിക്കുന്ന സർക്കാരിന് പറയാനുള്ളത് കൂടി എന്താണ് എന്ന് കേൾക്കാനുള്ള സൗമനസ്യം കാണിക്കുന്നുണ്ട്. റിപ്പോർട്ടർ ടി വിയുടെ ഈ ഒരു നിലപാട് തന്നെയാണ് ആ ചാനൽ കാണാൻ ഇടതുപക്ഷ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ എത്തിക്കുന്നതും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എപ്പോഴും ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ മാത്രമാണ് മറ്റു ചാനലുകൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇടതുപക്ഷം കേരളത്തിൽ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജനങ്ങളെ അറിയിക്കുവാൻ ഇവർ മെനക്കെടാറില്ല എന്നുള്ളതാണ് സത്യം. അത് റിപ്പോർട്ടർ ചെയ്യുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളും ആ ചർച്ച കാണുന്നു. അതുപോലെ തന്നെ ഭൂരിപക്ഷം വരുന്ന ഇടതുപക്ഷ പ്രവർത്തകരും ആ ചർച്ച കാണാനെത്തും. സ്വാഭാവികമായും അതുമൂലം ചാനലിന് വളർച്ച ഉണ്ടാവുകയും ചെയ്യും. ആത്യന്തികമായി ഇതെല്ലാം തെളിയിക്കുന്നത് ഒരു പ്രധാന കാര്യമാണ്: കോൺഗ്രസിനെയും BJPയെയും ഒരുപോലെ ഭയപ്പെടുത്തുന്ന കാര്യം. ഇടതുപക്ഷം ഇപ്പോഴും കേരളത്തിൽ ശക്തമാണ് എന്ന കാര്യം. ഇടതുപക്ഷ പ്രവർത്തകർ തുടർഭരണത്തിൻ്റെ അലസതയ്ക്കിടയിൽ ചെറുതായി ഒന്ന് മയങ്ങിപ്പോയതാണ്. എല്ലാവരും ചേർന്ന് ഇപ്പോൾ വിളിച്ചുണർത്തിയിരിക്കുന്നു. ഇനി ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ ഉണർത്തിയില്ലെങ്കിലും തിരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായും അവർ ഉണർന്നേനെ.